നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ നാട്ടിലേക്കുള്ള വലിയ വാഹനങ്ങൾ പറയുമ്പോൾ നമ്മൾ എയർ ബ്രേക്കുള്ള വാഹനങ്ങളല്ല, എന്നാൽ അതിന് തൊട്ട് താഴെ കാണുന്ന മറ്റ് സാധാ നോർമൽ ഡ്രം ബ്രേക്കൊക്കെ ഉള്ള വാഹനങ്ങൾക്ക്, എന്നാൽ ചെറിയ കാറുകൾക്കല്ല. അതിനുശേഷം നമ്മുടെ നാട്ടിലെ വലിയ ഒരു 6 സിലിണ്ടർ 7 സിലിണ്ടറൊക്കെ ഉള്ള വാഹനങ്ങളിലൊക്കെ നമ്മൾ ഒട്ടനേകം പ്രോബ്ലംസ് അതിന് വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് സാധാ വലിയ ട്രെയിലറുകളൊക്കെ പോകുന്ന മാതിരി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ ആ ഒരു വാഹനത്തിന് കിട്ടൂല ശരിക്ക്. അപ്പോൾ അതിന് കമ്പനി അതല്ലെങ്കിൽ ആ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ള കമ്പനി തന്നെ ഒരു എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആ ഒരു എൻജിൻ ബ്രേക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വലിയ വാഹനങ്ങൾ പറയുമ്പോൾ ഒരു ഏറ്റവും വലിയ വാഹനങ്ങൾ എന്ന് ഉദ്ദേശിച്ച ട്രെയിലർ അതല്ല, അതിൻ്റെ ഒരു മിഡായിട്ട് വരുന്ന 8 സിലിണ്ടർ 6 സിലിണ്ടറൊക്കെ വരുന്ന വലിയ വാഹനങ്ങളിലൊക്കെ നമുക്ക് എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട്. അത് പ്രത്യേകിച്ച് മിസ്തുബിഷി വാഹനങ്ങൾ, അതുപോലെ തന്നെ ഇസൂസു അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ എച്ചർ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഒരു സംവിധാനം എങ്ങനെയാണ് എന്ന് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചോട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് നമ്മൾ കരുതിയ ഭാഗത്ത് വണ്ടി നിൽക്കില്ല. ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും കുറച്ച് നീളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളൊരു മാക്സിമം സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ ഗിയർ ഡൗൺ ചെയ്തുകൊണ്ടാണ് വണ്ടി നിർത്താറുള്ളത്. ഇപ്പോൾ നമ്മൾ 5th ഗിയർ പോകുന്നൊരു വാഹനം പെട്ടെന്ന് 3rd അതുപോലെ 4th 3rd സെക്കൻഡിലൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരു ഗിയറിൽ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നിർത്താറുള്ളത്. അപ്പോൾ അതിന് ഈ ഒരു വാഹനങ്ങൾ ഒഴിഞ്ഞ ചുരങ്ങൾ അതല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ബ്രേക്കിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരിക എന്നുള്ള ഒരു കണ്ടീഷനിൽ കമ്പനി ഒരു എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ ബ്രേക്ക്. ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു ആരോ മാർക്ക്, നമുക്ക് ഫ്രണ്ടിലോട്ട് നീക്കാനുള്ള ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരോ മാർക്ക് നമ്മൾ ഈ ലിവർ നമ്മൾ സാധാ നമ്മളെ വൈഫറിൻ്റെ ലിവറാണിത്. വൈഫറിൻ്റെ ലിവർ തന്നെ നമുക്ക് ഒന്നിങ്ങനെ കുറച്ച് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ആരോ മാർക്ക് കാണുന്നുണ്ട്. ഒരു വേറെ ഇതേവരെ കാണാത്തൊരു എംബ്ലം നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരു 3 വരയും അതുപോലെ തന്നെ ഒരു വേറെ പ്രത്യേക ഒരു എംബ്ലം. അപ്പോൾ ഈ ലിവർ നമ്മൾ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മളുടെ എൻജിന് ബ്രേക്ക് സംവിധാനം ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഒരു വാഹനം ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ 80-100 പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻജിനൊരു പിടുത്തം വരും. വണ്ടി പെട്ടെന്ന് സ്ലോ ആവും. വണ്ടി ഒരു ഓവർ റൈസിങ് ഒരുപാട് പ്രത്യേക സൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ഇതിൽ വണ്ടി നമുക്ക് സ്പീഡ് വളരെ കമ്മിയായി കിട്ടും. നമ്മൾ കൺട്രോളിൽ വാഹനം വരും. ഇത് കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ചുരം ഇറങ്ങി വരുന്ന വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ബ്രേക്ക് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇറങ്ങി വരാറുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾക്ക് നമുക്ക് സാധാരണ നോർമലി ബ്രേക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ എൻജിൻ ബ്രേക്ക് കൂടുതലായി ആളുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. നമ്മൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ ഈ ഒരു സംവിധാനം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വാഹനത്തിന് ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇത് നമ്മുടെ എൻജിന് ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ട് ആ എൻജിനിലെ ഒരുപാട് ഇത് കൂടുതലായിട്ട് നമ്മളെ മെക്കാനിക്സ് ഒക്കെ പറയുന്നത് ഇത് കൂടുതൽ പെട്ടെന്ന് അത്രയും കണ്ടീഷൻ ആവുമ്പോൾ മാത്രം നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല എന്നുള്ളൊരു പൊസിഷൻ വരുമ്പോൾ മാത്രമാണ് ഈ എൻജിൻ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഇത് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ എൻജിൻ പെട്ടെന്നൊരു നമ്മളെ വാഹനം വളരെ സ്ലോ ആയിക്കൊണ്ട് എൻജിൻ ഒരു പിടുത്തം വരും. എൻജിനിലൊരു ബ്രേക്ക് അസിസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കാണാം. അത് നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് നീക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അത് എൻജിൻ ബ്രേക്ക് ഇട്ടത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്നൊക്കെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുക. പിന്നെ നമ്മൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ എൻജിൻ ബ്രേക്ക് നമ്മൾ മാറിക്കൊണ്ട് വീണ്ടും നോർമൽ കണ്ടീഷനിലാവും. നമ്മൾ വീണ്ടും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു സംവിധാനം വീണ്ടും നിലവിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു
കാര്യം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാണ്ട് നമ്മൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം യൂസ് ചെയ്യുക ഈ ഒരു വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഉപയോഗം വളരെ കുറക്കാനാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് എൻജിനിൽ അത്രയും പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഇത് നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. നന്ദി, നമസ്കാരം.